ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഫ്രിഡ്ജ് ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ കുക്കിങ്ങും ലഞ്ച് ഉണ്ടാക്കണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഫ്രിഡ്ജ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ഈ ഒരു ആഴ്ചയിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലൊന്ന് റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. സാധാരണയായിട്ട് ഞാൻ മിക്കപ്പോഴും വൈകുന്നേരമാണ് കേട്ടോ പോയിട്ട് വാങ്ങിക്കുക. വൈകുന്നേരം വാങ്ങിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുക. അല്ലാണ്ട് കടയിലേക്ക് പോയിട്ട് വാങ്ങിക്കുകയും പിന്നെ അത് ഓർഗനൈസ് ചെയ്യുന്നതും കൂടെ ഒരു ദിവസമായാലും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളും അതും കൂടി നടക്കില്ല. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം അതേപോലെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. എനിക്കത് ഇഷ്ടമില്ലാത്ത കാരണം എന്തായാലും ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കിയാണ് വെക്കുള്ളൂ. അപ്പം ഞാൻ സാധാരണയായിട്ട് എന്താ പറയുക, തലേ ദിവസം വൈകുന്നേരം പോയതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഫ്രൂട്ട്സും ഇങ്ങനത്തെ ടൊമാറ്റോസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ഒന്ന് അതിൽ എന്താ പറയുക, അതിലെന്തെങ്കിലുമൊക്കെ പൊട്ടയുണ്ടെങ്കിൽ പോകാനായിട്ട് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടേക്കാണ്. ഞാനിപ്പോൾ ഈ ഇളക്കിയിടുന്നില്ലേ, ഇത് ഡേറ്റ്സ് ആണ് കേട്ടോ. അതിൻ്റെ പഴുക്കാത്ത ഡേറ്റ്സ് ആണ്. ഇത് ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇവിടെ ഹസ്ബൻഡിനും ഒക്കെ. മോള് കഴിക്കില്ല, ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട്. മാത്രമല്ല ഇതിന് നല്ലൊരു മധുരവും കൂടി ഉണ്ട്. ഒരു ക്രഞ്ചി ഒരു ഉണ്ടാവുക, ക്രഞ്ചി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വാങ്ങിക്കലുണ്ട്. ഇപ്പോൾ എന്തായാലും കടയിലത് ഉണ്ടായിരുന്നു. ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം. എന്നിട്ട് ഇതിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്ക് ഇത് റെഡി ആയിക്കോളൂല്ലോ. പിന്നെ ഇപ്പോൾ ഷോപ്പിൽ മാമ്പഴം ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. അത് ഇന്ത്യയിൽ നിന്ന് അധികവും വരുന്നത്, പിന്നെ തായ്ലൻഡിൽ നിന്നും ഒക്കെ ഉള്ള മാമ്പഴം ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് മാമ്പഴം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കിട്ടിയപ്പോൾ അത് കുറച്ച് അധികം വാങ്ങിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് അതിൻ്റെ പുറമേ ഒന്ന് കഴുകിയിട്ട് വെക്കുകയാണ്, ഡ്രൈ ആയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ടൊമാറ്റോസും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു സ്പിന്നറിൽ ഇട്ടിട്ട്, ഇതിപ്പോൾ സാലഡ് സ്പിന്നറായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ കിച്ചണിൽ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സാലഡ് സ്പിന്നർ. അത് ഒട്ടുമിക്ക കാര്യത്തിനും ഞാനിത് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സ്പിൻ ചെയ്തെടുക്കും. അപ്പോൾ അതിൽ വെള്ളമൊക്കെ പോയി കിട്ടുമല്ലോ. അതിനുശേഷം ഇത് സ്റ്റോർ ചെയ്യും. അങ്ങനെ ചെയ്യുക. ഈ കഴുകി വെക്കുന്ന ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഞാൻ ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സിലാക്കിയിട്ടാണ് വെക്കുക. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലത്തേലാക്കിയിട്ടാണ് വെക്കുക. പിന്നെ നമ്മൾ കഴുകിയാണ് വെക്കണമെങ്കിൽ അതിലൊട്ടും വെള്ളം പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് കേടുവരും. അപ്പം വെള്ളമെല്ലാം നല്ലോണം പോയതിന് ശേഷമാണ് ഞാൻ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സിലേക്ക് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യണത്. മാമ്പഴം പിന്നെ നമുക്ക് സാലഡ് സ്പിന്നറിൽ ഇട്ടിട്ട് സ്പിൻ ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് അതുമുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഫാബ്രിക് സോഫ്റ്റ്നറില്ലേ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കാനുണ്ടായിരുന്നു. ബോട്ടിലാകുമ്പോൾ നമുക്ക് എടുക്കാൻ സൗകര്യമാണല്ലോ. ഈ ഒരു കവറുമ്മ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അതൊന്ന് ബോട്ടിലേക്ക് ആക്കി വെച്ച് കൊടുക്കുകയാണ്.
ഇനിയിപ്പോൾ ഉച്ചക്കലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പോൾ ലഞ്ചിന് ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ബീഫ് ബിരിയാണി. ഞാൻ സാധാരണയായിട്ട് അധികം ഉണ്ടാക്കൽ ചിക്കൻ ബിരിയാണിയാണ്. പക്ഷേ ബീഫ് നല്ലത് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. ബിരിയാണിക്ക് വേണ്ടുന്ന ഉള്ളിയൊക്കെ ഇല്ലേ, ഈ വറുത്തെടുക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടുന്ന ഉള്ളി, തക്കാളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ചോപ്പറിലിട്ടിട്ട് ഈ ഒരു ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. എന്താ പറയുക, മുമ്പൊരു വീഡിയോയിൽ ഈ ഒരു ഫുഡ് പ്രോസസ്സർ എന്തോ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നിഞ്ച എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫുഡ് പ്രോസസ്സറാണ്. ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന നമ്മുടെ മിക്സിയുടെ കൂടെ കിട്ടുന്ന ഫുഡ് പ്രോസസ്സറില്ലേ, അതായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് കിട്ടുമല്ലോ, ഒരു ജാർ, അങ്ങനെ അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കതിനേക്കാളും ഏറ്റവും എന്താ പറയുക, ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫുഡ് പ്രോസസ്സറാണ്, ഈ ഒരു നിഞ്ചേൻ്റെ ഫുഡ് പ്രോസസ്സർ. മറ്റേത് പൊട്ടയാണെന്നല്ല, പക്ഷേ എനിക്ക് കൂടുതൽ ഇതാണ് ഇഷ്ടമായിട്ടുള്ളത്. അങ്ങനെയായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ നമുക്ക് സ്ലൈസ് ചെയ്യാനും പിന്നെ ചോപ്പ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചപ്പാത്തിൻ്റെയൊക്കെ മാവൊക്കെ ഇതൊക്കെ എടുക്കാനില്ലേ, അങ്ങനെയുള്ള ഓപ്ഷനും എല്ലാം ഉണ്ട് കേട്ടോ. മിക്സ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതങ്ങനെ ഇനിയിപ്പോൾ ബീഫ് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ബീഫിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഗരം മസാലയില്ലേ, നമ്മുടെ സാധാരണ ബിരിയാണി മസാല ഒന്നുമല്ല, സാധാരണ യൂസ് ചെയ്യണ ഗരം മസാലയില്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിയായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബീഫിലേക്ക് വളരെ കുറച്ച് മാത്രം പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് മസാല ഉണ്ടാക്കുമ്പോഴാണ് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നമ്മൾ മസാലയിലേക്ക് ചേർക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് വളരെ കുറച്ച് ഒരു ടീസ്പൂൺ എല്ലാം മതിയാവും. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ബീഫ് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടുന്ന മസാലയില്ലേ, അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു കുറച്ചൊരു എന്താ പറയുക, വലിയൊരു പാൻ വെച്ചിട്ടുണ്ട് ഈ മസാല ഉണ്ടാക്കിയെടുക്കാനും പിന്നെ ദം ചെയ്തെടുക്കാനും കൂടിയിട്ട്. അപ്പോൾ ഇത് മതിയല്ലോ, അത് കാരണം കുറച്ചൊരു വലിയ പാനായിട്ടാണ് എടുത്തിട്ടുള്ളത്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക RKGൻ്റെ നെയ്യാണ് കേട്ടോ, ബിരിയാണി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുക. എനിക്കത് കൂടുതലിഷ്ടം, ആ ഒരു ഫ്ലേവറാണ് കൂടുതലിഷ്ടം. ചിലപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ നെയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ട് ചേർത്ത് കൊടുക്കലുണ്ട്. പക്ഷേ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കണമെങ്കിൽ ചേർക്കലില്ല കേട്ടോ. അപ്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉള്ളി ഇല്ലേ, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇനി നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് വഴണ്ടി വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ നിന്ന് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ ബീഫിലേക്ക് ചേർത്തതിൻ്റെ ബാക്കിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം.
അപ്പോൾ എല്ലാതും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഗരം മസാലയില്ലേ അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഇല്ലേ, അത് സ്ലൈസ് ചെയ്തതായിരുന്നു. ഇതൊരു വലിയൊരു തക്കാളി ഇട്ടാ, അതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയും പുതിനയാണ്. മല്ലിയിലയും പുതിനയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എല്ലാം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ബീഫൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ ബീഫ് വെന്ത് വന്നപ്പോഴുള്ള വെള്ളമാണത്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി വരാനായിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് എല്ലാം വെച്ചാൽ മതി, അപ്പോഴേക്കും ഇത് ഡ്രൈ ആയി കിട്ടും. ആ ഒരു സമയം കൊണ്ട് ഞാൻ റൈസ് റെഡിയാക്കി എടുക്കുകയാണ്, നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുകയാണ്. എന്താ പറയുക, നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്തത് തീർന്നുപോയി, അപ്പോൾ അതില്ല. അപ്പോൾ അത് കാരണം പട്ടയും ഗ്രാമ്പുവും ഏലക്കയും മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് സവാള ഒരെണ്ണം ചെറുത് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു 3-3.5 കപ്പെല്ലാം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 കപ്പ് വേണ്ട കേട്ടോ, കാര്യം നമ്മൾ ദം ചെയ്യുമ്പോൾ വീണ്ടും കുക്കാവുമല്ലോ. അപ്പോൾ അത് കണക്കാക്കിയിട്ടൊരു 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എന്താ പറയുക, കുതിർത്തിയിട്ട് ഞാനൊരു 15 മിനിറ്റ് എല്ലാം കുതിർത്തിയിട്ടുള്ളൂ. വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ജീരകശാല അരി എന്നെല്ലാം പറയില്ലേ, വയനാടൻ കൈമ എന്നെല്ലാം പറയുന്ന ചെറിയ അരി ഇല്ലേ, ബസ്മതി റൈസ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. റൈസ് കുക്ക് ചെയ്ത് വന്നപ്പോൾ ഞാൻ എന്തായി ചെയ്യണമെന്ന് അറിയോ, ഇതിൻ്റെ മുകളിൽ ആ ഒരു പട്ട ഗ്രാമ്പൊക്കെ ഇല്ലേ, അതിവിടെ കടിക്കില്ലേ നമ്മൾ കഴിക്കുമ്പം, അത് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ അതിവിടെ തീരെ ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പം തന്നെ ഒന്ന് കോരി മാറ്റുകയാണ്. പിന്നീട് ഇളക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കോരി മാറ്റുകയാണ്. ബീഫിൻ്റെ ഒരു മസാല ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കില്ലേ ഞാൻ ഉള്ളിയില്ലേ സവാള സ്ലൈസ് ചെയ്ത് കുറച്ചൊന്ന് വറുത്തിട്ട് അതും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കുക്കറിലുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്തില്ലേ, അതിന് ശേഷം ആ ഒരു ഫ്രൈഡ് ഓണിയൻസും കൂടി ചേർത്തതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ബീഫ് ബിരിയാണിയിൽ അങ്ങനെ ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ ബിരിയാണിയിൽ അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബീഫിൽ അങ്ങനെ ഉള്ളി ഒന്ന് വറുത്തിട്ട് വളരെ കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, ദമ്മിടാനേ ഉള്ളൂ. ബീഫിൻ്റെ
മുകളിലേക്ക് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ നെയ്ച്ചോറില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട ഒരു നുള്ളെല്ലാം ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയല്ല നമ്മുടെ കാഷ്നട്ടൊക്കെ ഇല്ലേ അത് റൈസിൻസൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതന്നെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യൽ. ലെയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രം. അപ്പോൾ എല്ലാതും ചേർത്ത് കൊടുത്തതിന് ശേഷം പാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ദോശത്തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കുക, ഡയറക്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ച് ഫ്ലെയിമിലേക്ക് വെക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദോശത്തട്ടില്ലേ, ദോശ ഉണ്ടാക്കുന്ന പാൻ, അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ബിരിയാണി വെച്ചിട്ടുള്ള ആ ഒരു പാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ അലുമിനിയം ഫോയിൽ വെക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ലഞ്ച് ടൈം ആയിട്ടുണ്ട്, ലഞ്ച് സെർവ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.